നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിങ്ങോട്ടുകരയിൽ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടിനു നേരെ പടക്കമെറിഞ്ഞു. പോളണ്ടിൽ മരിച്ച യുവാവിന്റെ മരണത്തിൽ ദുരൂഹതയെന്ന് വീട്ടുകാർ. നാട്ടിക പഞ്ചായത്തിലെ വെള്ളക്കെട്ടിലും റോഡിന്റെ ശോചനീയാവസ്ഥയിലും പ്രതിഷേധിച്ച് UDF പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ചു. വാർത്തകൾ വിശദമായി. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടിനു നേരെ സാമൂഹ്യവിരുദ്ധർ പടക്കമെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പെരിങ്ങോട്ടുകര കരുവാംകുളം ഗുരുജി റോഡിൽ നായൊരുപറമ്പിൽ ബിജുവിന്റെ വീടിനു നേരെയാണ് ചൊവ്വാഴ്ച രാത്രി ബൈക്കിലെത്തിയ മൂവർ സംഘം സ്ഫോടകവസ്തു എറിഞ്ഞത്. ഉഗ്രശബ്ദത്തോടെ സ്ഫോടകവസ്തു വീടിന്റെ ചുമരിൽ തട്ടി പൊട്ടിത്തെറിച്ചു. 1/2 കിലോമീറ്റർ അകലെ വരെ സ്ഫോടന ശബ്ദം കേട്ടതായി സമീപവാസികൾ പറഞ്ഞു. ഈ വീട്ടിൽ ബിജുവിന്റെ പ്രായമായ അമ്മയും ഭാര്യയും സ്കൂൾ വിദ്യാർത്ഥികളായ 4 പെൺമക്കളുമാണുള്ളത്. വീട്ടുടമ ബിജു വിദേശത്താണ്. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പ്രതികൾ പോലീസിന്റെ പിടിയിലായതായി സൂചനയുണ്ട്. പോളണ്ടിൽ ജോലിക്കായി പോയി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പെരിങ്ങോട്ടുകര സ്വദേശിയായ 23-കാരന്റെ മരണത്തിന്റെ സത്യാവസ്ഥ തേടി കുടുംബം. സാധാരണ മരണം എന്ന രീതിയിൽ വിധിയെഴുതി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ കയറ്റി അയച്ച ആഷിഖ് രഘു എന്ന യുവാവിന്റെ മൃതദേഹം സംശയം തോന്നിയ പിതാവ് നാട്ടിൽ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയപ്പോൾ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് കണ്ടെത്തി. സുഹൃത്തുക്കൾക്കൊപ്പം നടന്ന ആഘോഷത്തിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇതിനു പിന്നിലെന്നും ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് മകന്റെ ജീവൻ നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട പിതാവ് ഇന്ത്യൻ എംബസിയിൽ അപേക്ഷ നൽകിയിട്ടും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. കമ്പനിയുടെ ഫുഡ് ഡെലിവറി ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിനിടയിലാണ് ഈ 31-ാം തീയതി ഏപ്രിൽ 1-ാം തീയതിയാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത്. അവിടുന്ന് അസോസിയേഷൻ ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞത് ആശുപത്രി നോന്നു. അതറിഞ്ഞിട്ട് ഞാൻ അവൻ്റെ കൂട്ടുകാരന്മാരെ വിളിച്ചിട്ട് പറഞ്ഞത് രാവിലെ എല്ലാവരും തലേദിവസം ചെറിയൊരു പാർട്ടി നടന്നത് ഞാനൊരു ഭക്ഷണം കഴിച്ച് കിടന്നു തുടങ്ങി. നേരം എടുത്ത് നോക്കിയപ്പോൾ ആശുപത്രി മാത്രം എണ്ണീറ്റില്ല. അവരുടനടി അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അറിയിച്ചു. അവിടുത്തെ ഡോക്ടേഴ്സ് വന്നു. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു നോർമൽ മരണമാണ് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ യാതൊരു വിവരം ഉണ്ടായില്ല. പിന്നെ 8-ാം തീയതിയാണ് എനിക്ക് ഇതിൻ്റെ ബോഡി ഇങ്ങോട്ട് കയറ്റി അയച്ചിട്ടുള്ള കമ്പനിക്കാരെ ഏറ്റെടുത്തതിന് ശേഷം അവരെനിക്ക് വാട്സപ്പിൽ ഡീറ്റെയിൽസ് തന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ ഒരു പോസ്റ്റ്മോർട്ടം അവിടെ ചെയ്തിട്ടില്ല. ചെയ്യാത്തതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ഈ മരണത്തിൽ ആരും ഇൻവോൾവ്ഡ് അല്ല എന്നാണ് അവിടുത്തെ പ്രോസിക്യൂട്ടർ റിപ്പോർട്ട് കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. അത് കേട്ടപ്പോൾ തന്നെ ഇവിടെ അത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കി. 10-ാം തീയതി മോനെ അവിടെ നിന്ന് കയറ്റി ഒരാഴ്ച. 12-ാം തീയതി ഇവിടെ രാവിലെ കിട്ടി. അന്ന് തന്നെ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ്റെ നേതൃത്വത്തിലും തഹസിൽദാരുടെ മേൽനോട്ടത്തിലും അവന് പോസ്റ്റ്മോർട്ടം ചെയ്തു. അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ രാത്രി CAയോട് പറഞ്ഞിട്ട് CA എന്നെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നോർമൽ ഡെത്തല്ല, അവൻ്റെ തലയുടെ ബാക്കിൽ ഇങ്ങനെ ഒരു പരിക്കുണ്ട്, അത് കാരണമാണ് മരണകാരണം, നിങ്ങളത് അന്വേഷിക്കണം, അത് കാരണം ഒരു കാരണവശാലും അവൻ്റെ ബോഡി കത്തിക്കരുതെന്നാണ് അവർ പറഞ്ഞത്. അതനുസരിച്ച് ഞങ്ങൾ വീണ്ടും ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് അന്തിക്കാട് സ്റ്റേഷനിൽ കൊടുത്താവുന്ന NOC കിട്ടിയതിൻ്റെ പേരിൽ ലാലൂരാണ് അവൻ്റെ ബോഡി ഇപ്പോൾ മറവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മൊത്തത്തിൽ ഇതിൽ ഓൾറെഡി ദുരിതം പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്ന കൂട്ടുകാരന്മാരെല്ലാവരും നുണയെ പറയുന്നത് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം. 23 വയസ്സായിട്ടുള്ള മോനെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വത്താണ് പോയത്. പിന്നെ അത് മാത്രമല്ല അവർക്ക് എത്ര വലിയൊരു ഗവൺമെൻറ് എന്തുകൊണ്ട് അത് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ 1-2 ന്യൂസ് ചാനലിൻ്റെ റിപ്പോർട്ടൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. SPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അത് ബേസ് ചെയ്ത് DYSPക്ക് വന്നിട്ടുണ്ട്. കേന്ദ്രമന്ത്രി മുരളി സാറിന് ഞാൻ മെയിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. നോർത്തിക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. എംബസിക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. എംബസിക്ക് മെയിൽ അയച്ചിട്ട് ഇതുവരെ എനിക്കൊരു റിപ്ലൈ അവർ തന്നിട്ടില്ല. 5-ാം തീയതി അയച്ച ഇതുവരെ എനിക്കൊരു റിപ്ലൈ തന്നിട്ടില്ല. അവിടുത്തെ അസോസിയേഷനിലെ മെയിനായിട്ട് ഒരു ചന്ദ്രു സാറുണ്ട്, ചന്ദ്രു നെല്ലു. അദ്ദേഹമാണ് ഇപ്പോൾ നമുക്ക് ഫുൾ സപ്പോർട്ട് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത്. പെരിങ്ങോട്ടുകര സ്വദേശികളായ അമ്പാട്ടുവീട്ടിൽ അഭിലാഷ്, ബിന്ദു ദമ്പതികളുടെ മകനാണ് മരിച്ച ആഷിഖ് രഘു. കിഴുപ്പുള്ളിക്കര ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പഠനം. ഒരു വർഷം മുമ്പ് അയൽവാസിയായ യുവാവ് മുഖേന ആഷിഖ് പോളണ്ടിലെത്തി. തുടർന്ന് റെസ്റ്റോറന്റിൽ ജീവനക്കാരനായിരുന്നു. പഴവർഗ്ഗങ്ങൾ പാക്ക് ചെയ്യുന്ന കമ്പനിയിൽ പാക്കേജിംഗ് വിഭാഗത്തിൽ ജോലി തുടങ്ങി.
ഏപ്രിൽ 1 ആഷിഖ് മരിച്ചതായി വീട്ടിൽ സന്ദേശമെത്തി. താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ് സുഹൃത്തുക്കൾ ആദ്യം പറഞ്ഞത്. ആഷിഖിന്റെ മരണം നടന്ന ദിവസം 7 സുഹൃത്തുക്കൾ ചേർന്ന് പാർട്ടിയിൽ പങ്കെടുത്തതായും അവസാനം ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ നടന്നതായും സുഹൃത്തുക്കൾ മാറ്റിപ്പറഞ്ഞെന്ന് കുടുംബം ആരോപിക്കുന്നു. ആഷിഖിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. നാട്ടികയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയും വെള്ളക്കെട്ടും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF മെമ്പർമാർ പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ചു. വർഷക്കാലം വരുന്നതിനു മുന്നോടിയായി മുൻകാലങ്ങളിലെ ഭരണസമിതികളെല്ലാം വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നതാണ്. എന്നാൽ CPMന്റെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസമിതി വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി പ്രധാന തോടുകളോ കാനകളോ വൃത്തിയാക്കാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ല. നാട്ടികയിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടാവുകയും വീടുകളിൽ വെള്ളം കയറി വീട്ടുകാർ താമസം മാറേണ്ട അവസ്ഥയുമുണ്ടായി. കൂടാതെ മലിനജലം കെട്ടിക്കിടക്കുന്ന അവസ്ഥയുമാണ്. നാട്ടികയിലെ റോഡുകളെല്ലാം തകർന്ന് ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാതെയായി. തൃപ്രയാർ ബീച്ച് റോഡിൽ അശാസ്ത്രീയമായി പണിത കാന പൂർത്തിയാക്കാതെ സമീപ പ്രദേശങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുകയാണ്. ഇതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് UDF മെമ്പർമാരായ ബിന്ദു പ്രദീപ്, റസീന ഖാലിദ്, ശ്രീദേവി മാധവൻ, CS മണികണ്ഠൻ, KR ദാസൻ എന്നിവർ പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്നത്. CPM ഭരിക്കുന്ന നാട്ടിക പഞ്ചായത്തിന്റെ ജനദ്രോഹ ദുർഭരണത്തിനെതിരെ UDFും കോൺഗ്രസും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടുവരുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് പറഞ്ഞു. മുൻകാലങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായിട്ട് മുൻകാലങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളെല്ലാം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിലുള്ള ഈ ഭരണസമിതി ഈ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനോ അല്ലെങ്കിൽ നാട്ടിലെ റോഡുകളെല്ലാം ശരിയാക്കുന്ന രീതിയിലോ ഒരു രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നില്ല. കാരണം ഇപ്പോൾ വർഷം വരുന്നതിന് മുന്നോടി തന്നെ ഇപ്പോൾ ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ പല മേഖലകളിലും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരിക്കുകയാണ്. വെള്ളക്കെട്ട് അനുഭവപ്പെട്ട കൂടാതെ തന്നെ പല വീടുകളിലും വെള്ളം കയറി ആ വീട്ടുകാരെല്ലാം മറ്റു പ്രദേശങ്ങളിൽ മാറി താമസിക്കേണ്ട അവസ്ഥയുണ്ട്. വെള്ളം കെട്ടിയെടുത്തെല്ലാം മലിനജലം കെട്ടിക്കിടന്നുകൊണ്ടും മാറാ രോഗങ്ങൾ പടർന്നിരിക്കുന്ന ഈ കാലത്ത് തന്നെ ഈ മലിനജലം കെട്ടിക്കിടന്നും ഒട്ട സ്മെല്ല് വരെ ഉണ്ടാകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മറ്റു പ്രദേശവാസികൾക്കും മറ്റും താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. കൂടാതെ നാട്ടിലെ റോഡുകൾ എല്ലാ റോഡുകളും തകർന്നു കിടന്നുകൊണ്ട് ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. യാതൊരു പരിഹാരം ഇതിനൊരു പരിഹാരം മുന്നേ ഞങ്ങൾ പറഞ്ഞിട്ടെങ്കിൽ പോലും അതിനൊരു പരിഹാരം കാണാൻ ഇതുവരെ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. അതിനെതിരെ ജനങ്ങൾക്ക് അത്രമാത്രം ഒരു ചെറിയൊരു മഴ ഈ ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ തന്നെ നല്ല മഴ വരാനിരിക്കുന്ന സമയത്ത് ഈ മെയ് മാസത്തിലെ മഴയ്ക്ക് തന്നെ ജനങ്ങൾക്ക് വളരെ പകർച്ചവ്യാധികളും എലിപ്പനി ഡെങ്കിപ്പനി അത്തരം രോഗങ്ങളൊക്കെ പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് അതിന് മുൻകൈ എടുത്തിട്ടില്ലെങ്കിൽ തുടർന്നുള്ള ഈ സമരപരിപാടിയെ മുന്നോട്ട് പോകാനാണ് UDFിന്റെ തീരുമാനം. മാമ്പിള്ളി ശിവനങ്ങാടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, അന്നദാനം എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി വടക്കേഴത്ത് താമരപ്പള്ളി ദാമോദരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ഗജവീരൻ തടത്താവിള ശിവയുടെ അകമ്പടിയിൽ പഞ്ചവാദ്യവും മേളത്തോടും കൂടിയ എഴുന്നള്ളിപ്പും നടത്തി. ദീപാരാധനയ്ക്ക് ശേഷം ശിവനങ്ങാടി ബ്രദേഴ്സ് ഒരുക്കിയ വർണ്ണമഴയും ഉണ്ടായിരുന്നു. RMPI നാട്ടിക മേഖലാ കമ്മിറ്റി TP ചന്ദ്രശേഖരൻ രക്തസാക്ഷിത്വ അനുസ്മരണം നടത്തി. നാട്ടിക സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടിയിൽ RMPI തൃശൂർ ജില്ലാ സെക്രട്ടറി PJ മോൺസി അനുസ്മരണ പ്രഭാഷണം നടത്തി. നാട്ടിക മേഖലാ പ്രസിഡന്റ് TA പ്രേംദാസ് അധ്യക്ഷനായി. പൊതുതെരഞ്ഞെടുപ്പിലെ വർഗീയതയും അശ്ലീല പ്രവണതകളും എന്ന വിഷയത്തിൽ TL സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം മോജിത മോഹനൻ, KS ബിനോജ്, TK പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ജില്ലാ കമ്മിറ്റി തഖിയ്യ ജില്ലാ സദർ സംഗമം നടത്തി. പെരിങ്ങോട്ടുകര ശാന്തി പാലസിൽ നടന്ന പരിപാടി സമസ്ത ജില്ലാ പ്രസിഡന്റ് ഉസ്താദ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ജില്ലാ പ്രസിഡന്റ് V മൊയ്തീൻ കുട്ടി മുസ്ലിയാർ അധ്യക്ഷനായി. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം
അബ്ദുസലാം ബാക്കവി വടക്കേക്കാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. സിയാറത്തിന് യാരത്തിങ്കൽ മഹല്ല് ഖത്തീബ് ഷാക്കിർ ഫൈസി നേതൃത്വം നൽകി. റേഞ്ച് പ്രസിഡന്റ് ഇസ്മായിൽ ഹസനി പതാക ഉയർത്തി. മജ്ലിസുന്നൂറിന് അബ്ദുൽ കരീം ഫൈസി, സ്വാദിഖ് തങ്ങൾ, നജീബ് അസ്ഹരി, റിയാസ് അൻവരി എന്നിവർ നേതൃത്വം വഹിച്ചു. PT ഉസ്താദ് അനുസ്മരണ പ്രഭാഷണം ബഷീർ ഫൈസി ദേശമംഗലം നടത്തി. PP മുസ്തഫ മൗലവി, KK സുലൈമാൻ ദാരിമി, VM ഇലിയാസ് ഫൈസി, VP ഉസ്മാൻ വാഫി എന്നിവർ സംസാരിച്ചു. സമസ്ത പൊതുപരീക്ഷയിലും മറ്റു മത്സര പരീക്ഷകളിലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. 1926 രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സമസ്ത. അതിന്റെ നിഷ്കളങ്കരായ ആലിമീങ്ങൾ കാണിച്ചു തന്ന പാത അത് വളരെ സിറാത്തുൽ മുസ്തഖീമാണ്, സംശയമില്ലാത്ത കാര്യത്തിൽ. ആ സിറാത്തുൽ മുസ്തഖീമായ പാത മുൻഗാമികളായ ആളുകൾ പ്രവർത്തിച്ച് ഇന്ന് ജീവിക്കുന്ന നമ്മളിൽ ഏൽപ്പിച്ചു തന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ബാധ്യതയാണ് കണക്കാക്കേണ്ടത്. അത് ഏറ്റെടുക്കാനുള്ള ബാധ്യത. പിന്നീട് വിദ്യാഭ്യാസ ബോർഡിന്റെ രൂപീകരണം നടന്നു. വിദ്യാഭ്യാസ ബോർഡിന്റെ രൂപീകരണം 47-ലെ പെരിന്തൽമണ്ണയിലെ കാര്യവട്ടത്തുള്ള സമ്മേളനത്തിലാണ് ബഹുമാനനായ ഷെയ്ഖ് അബ്രഹാം ബാബക്കി തങ്ങൾ. മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കൊതുകു നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ആരോഗ്യ ശുചിത്വ പരിശോധന നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ PB പ്രിയേഷ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ TJ ദേവസി, ദിമിത്രി മോഹനൻ, ആശാപ്രവർത്തക TN ഷീജ എന്നിവർ പങ്കെടുത്തു. ശുചിത്വരഹിതമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ഒരു സ്ഥാപനത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർ ദിവസങ്ങളിൽ ഇത്തരം പരിശോധനകൾ ഊർജിതമായി നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2024 SSLC+2 വിഷയങ്ങളിൽ ഫുൾ A+ നേടിയ കേരള വിഷൻ വരിക്കാരുടെ മക്കൾക്ക് പുരസ്കാരം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററെ ബന്ധപ്പെടുക. അപേക്ഷകൾ നൽകേണ്ട അവസാന തീയതി ജൂൺ 5. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. VR Lab is a 360-degree virtual lab for understanding different science topics in an easy way. This is the new way which is efficient in teaching and efficient in understanding. Magid FM helps our students in public speaking and media technology. It not only makes the students confident but also exposes them to the vital elements of sound and video engineering. Much like mathematics, code is a universal language. It is the same across the world and does not need to be translated. Coding is a way of thinking about problem solving. Manappuram Geeta Ravi Public School.
the joy of learning. ചേട്ടൻ എവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരും. വാടാനപ്പള്ളി പഞ്ചായത്ത് 7-ാം വാർഡിൽ നിന്ന് പൊതുപരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഡിനൈറ്റ് ഷൈജു കെ, EM ഷിഫാന, വ്ളാദിമിർ ലെനിൻ, ഭദ്ര സലീൽ, ശരത് കൃഷ്ണ എന്നിവരെയാണ് NSS സ്കൂൾ ഹാളിൽ നടത്തിയ ചടങ്ങിൽ ആദരിച്ചത്. തുടർന്ന് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വേണ്ടി കില ജാഗ്രത സമിതി ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം ദിൽ ദിനേശ്, CDS അംഗം സ്മിത സുരേഷ് ബാബു, മുൻ പഞ്ചായത്ത് അംഗം ഓമന മധുസൂദനൻ, ആസൂത്രണ സമിതി അംഗം ഷിജിത്ത് വടക്കുംചേരി, ജാഗ്രതാ സമിതി അംഗങ്ങളായ AR വാസു, പ്രേംരാജ് എന്നിവർ സംസാരിച്ചു. കാരമുക്ക് +2-വിൽ മുഴുവൻ വിഷയങ്ങളിലും ഫുൾ A+ നേടിയ സാനിയ S മേനോനെ TN പ്രതാപൻ MP ആദരിച്ചു. DCC സെക്രട്ടറി KB ജയറാം, മണലൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MV അരുൺ, റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ AP ജോസ് എന്നിവർ പങ്കെടുത്തു. അന്തിക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മണപ്പുറം ഫൗണ്ടേഷൻ സംഭാവന ചെയ്യുന്ന മൾട്ടി പാരാ മോണിറ്ററിന്റെയും ഡിഫിബ്രിലേറ്റർ വിതരണോദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജനപ്രതിനിധികളായ PA സുജിത്, സരിത സുരേഷ്, അനിത ശശി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുജ, ഹെഡ് നഴ്സ് സോഫി ജോൺ എന്നിവർ പങ്കെടുത്തു. കഴിയാത്ത ഒരു സ്ഥാപനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ തന്നെ ഇത് മാത്രമല്ല, ഇപ്പോൾ ഇവിടേക്ക് ECG വിഷയം തന്നു എന്നല്ലാതല്ല വിഷയമല്ല. പക്ഷേ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പല കാര്യങ്ങളും നമ്മൾ ആവശ്യപ്പെട്ടാൽ ഒന്നും നോക്കാതെ, ഇപ്പം എൻ്റെ സന്തോഷകരമായ അനുഭവം എന്ന് വെച്ചാൽ പാവപ്പെട്ട രോഗികൾക്ക് ഒരു അപേക്ഷ MLA കൊടുത്താൽ ഒരു 10,000 രൂപ വെച്ച് കൊടുക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ മലപ്പുറം പോലെ ഒരുപാട് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. കൂടാതെ തന്നെ പാലാഴി കിഴക്കേ ചീപ്പ് സമയബന്ധിതമായി തുറക്കാത്തതിനാൽ സമീപ പ്രദേശത്തെ 2 വീടുകളിൽ വെള്ളം കയറി വീട്ടുകാർ താമസം മാറ്റി. പാലാഴി സ്വദേശികളായ മോങ്ങാടി വീട്ടിൽ ബാലൻ, മോങ്ങാടി വീട്ടിൽ ദാമോദരൻ എന്നിവരുടെ വീടുകളാണ് വെള്ളത്തിലായത്.
വലിയ തോതിൽ വെള്ളം കയറിയതോടെ കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ സമീപവാസികളായ ചെറുപ്പക്കാർ ചേർന്ന് ബുധനാഴ്ച രാവിലെ ചീപ്പ് ഭാഗികമായി തുറന്നുവിട്ടു. പ്രദേശവാസികളായ മോങ്ങാടി വീട്ടിൽ ദിലീപ്, VP പ്രവീൺ, CS ഷജിൽ, CC അനീഷ്, VA അജീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചീപ്പ് തുറന്നത്. ഏനാമാക്കൽ വളയം കെട്ട് പൊട്ടിച്ചാൽ ഉടനെ ഈ ചീപ്പ് തുറക്കാമെന്ന് പാടശേഖര സമിതിക്കാർ ഉറപ്പു നൽകിയെങ്കിലും ഇത് നടപ്പാക്കിയില്ലെന്ന് വീട് വെള്ളത്തിലായ ദിലീപ് മോങ്ങാടി പറഞ്ഞു. എൻ്റെ വീട്ടിൽ വെള്ളം കയറിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ആള് വളയം കെട്ടിങ്ങലത്തെ ഇത് ഷട്ടറൊക്കെ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ചീപ്പ് തുറക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇതുവരെ സാറായാലും ആരെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ കുറച്ച് ആൾക്കാരെ കയറ്റിപ്പോയി കുറച്ച് തുറന്നിട്ടുണ്ട്, മൊത്തമായിട്ട് തുറന്നിട്ടില്ല. മൊത്തമായിട്ട് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ വലിഞ്ഞു പോവും. പിന്നെ വെയിലേറ്റത്തിന് വെള്ളം കയറി വരാം കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവാറുള്ളൂ. അത് നമുക്ക് സ്വാഭാവികമായിട്ടുള്ള കാരണം നമുക്ക് പ്രശ്നം ഉണ്ടാവാറില്ല. ഇതിപ്പോൾ വെള്ളം കെട്ടി നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചീപ്പ് മൊത്തമായിട്ട് തുറക്കാത്ത കാരണം ചീപ്പിൻ്റെ അവിടെ കൃഷിക്ക് വേണ്ടിയിട്ട് പുളി കയറാൻ തടയണ കിട്ടുന്ന പതിവാണ്. അത് മഴക്കാലമാകുമ്പോൾ ആ പ്രദേശത്തുള്ള ആൾക്കാരുടെ വീടുകളിലേക്ക് വെള്ളവും പിന്നെ അതുപോലെ നടക്കുന്ന വഴിയിലും വെള്ളം കയറി ചെളി വെള്ളം കയറിയ ആൾക്കാർ നടക്കുമ്പോൾ രോഗങ്ങൾ കുട്ടികൾക്കൊക്കെ രോഗങ്ങൾ വരുന്നതിന് കൊണ്ട് നമ്മളിപ്പോൾ വെള്ളം കയറിയത് കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഞങ്ങളിവിടെ കുറച്ച് ചെറുപ്പക്കാരെ കൂടിയിട്ട് ചീപ്പ് തൽക്കാലം തുറന്നു കൊടുക്കുകയാണ്. അതിന് കൃഷി വകുപ്പാണ് തുറക്കേണ്ടത്, അവർ തുറക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇടപെട്ട് തുറന്നിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിങ്ങോട്ടുകരയിൽ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടിനു നേരെ പടക്കമെറിഞ്ഞു. പോളണ്ടിൽ മരിച്ച യുവാവിന്റെ മരണത്തിൽ ദുരൂഹതയെന്ന് വീട്ടുകാർ. നാട്ടിക പഞ്ചായത്തിലെ വെള്ളക്കെട്ടിലും റോഡിന്റെ ശോചനീയാവസ്ഥയിലും പ്രതിഷേധിച്ച് UDF പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.